എട്ടാമത്തെ സ്വഭാവം ആദതുഹാ കത്വൈരി, പക്ഷിയെ പോലെയാണ് സ്വഭാവം, പതിവ്. എന്താണ് പക്ഷിയുടെ സ്വഭാവം? പകല് സമയം അങ്ങനെ കറങ്ങി നടക്കും, വിശ്രമിക്കൂല. രാത്രിയായാലോ രാത്രി നല്ല വിശ്രമമാണ്. പക്ഷി കണ്ടില്ലേ നിങ്ങൾ പകലിങ്ങനെ കറങ്ങുന്നത്? രാത്രി എവിടെങ്കിലും പക്ഷികൾ കറങ്ങുന്നത് കാണുന്നുണ്ടോ? ഇല്ല. രാത്രി ഫുള്ള് വിശ്രമമാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് ക്ഷീണമാണ്, വിഷമമാണ്. പകല് സമയത്ത് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. എന്തിന്? ക്ഷീണം മാറ്റിയിട്ട് താല്പര്യപൂർവം നല്ല നിലക്ക് ഭർത്താവ് വരുമ്പോ ആ ഭർത്താവിന് സന്തോഷത്തോടെ റാഹത്തുള്ള അവസ്ഥയൊക്കെ ആക്കി കൊടുക്കാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹു അനുവദിച്ച ഹലാലായ സുഖങ്ങള്, അതിനുവേണ്ടി ശരീരം സ്വന്തം ഭർത്താവിനെ സമീപിക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ ക്ഷീണമാണ് എന്ന് എന്നും പറഞ്ഞാൽ ഭർത്താവിന് ജീവിതം മടുത്തുപോകും, നമ്മളുമായുള്ള സമ്പർക്കം മടുത്തുപോകും. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഒരു റമളാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമളാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ശഅബാനിലാണ് ഞാൻ ഖളാ വീട്ടാറുള്ളത്. ഇപ്പൊ ശഅബാനല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കഴിഞ്ഞ റമളാനിലുള്ള നോമ്പ് തൊട്ട് റമളാന്റെ മുമ്പുള്ള ശഅബാനിലാണ് ഞാൻ വീട്ടാറുള്ളത്. അപ്പൊ ചോദിച്ചു, എന്തേ അതുവരെ പിന്തിക്കുന്നത്? ഒന്നുമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു പകലിൽ, ഏതെങ്കിലും ഒരു രാത്രിയില് എന്റെ ശരീരം തങ്ങൾക്ക് താല്പര്യപൂർവം ആവശ്യം വന്നാൽ തടസ്സമുണ്ടായിക്കൂടാ. അപ്പൊ പിന്നെ ശഅബാനിലോ? ശഅബാനിൽ തങ്ങൾ കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന കാലമാണ്. ആ ഒരു ചാൻസിൽ ഞാനും എനിക്ക് നോൽക്കാനുള്ള നോമ്പ് നോൽക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുസരണം നോക്ക് സഹോദരങ്ങളെ, സ്നേഹം നോക്ക് ഉമ്മമാരെ. ഈ 9 മാസക്കാലം 10 മാസക്കാലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ നോമ്പിനെ, ഖളാ ഉള്ള നോമ്പിനെ പിന്തിക്കുന്നത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപരമായ സമ്പർക്കത്തിന് തടസ്സമുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ്. തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പ് നോൽക്കുന്ന മാസം ശഅബാനാണ്. അപ്പൊ തങ്ങൾക്ക് കുറെ ദിവസം നോമ്പുണ്ടാകും. ആ പകല് എനിക്ക് ഖളാ വീട്ടാനുള്ള 6 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ നോമ്പ് എത്രയാണോ ഉള്ളത്, ഞാൻ ആ സമയത്ത് ഖളാ വീട്ടും. ഈ രൂപത്തിൽ ശരീരത്തെ സ്വന്തം ഇണക്ക് വേണ്ടി റാഹത്തോടെ ഒരുക്കി കൊടുക്കുന്ന ജീവിതമാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതെത്ര സന്തോഷമുള്ള ജീവിതത്തിന്റെ അവസ്ഥയാണ്. അങ്ങനെയാണ് സ്നേഹത്തോടെ ജീവിക്കേണ്ടത്. 9ാമത്തെ സ്വഭാവം പറയുന്നു, ആദതുഹാ കസ്സഅലബി, അതേ കുറുക്കന്മാരുടെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് വിവിധ കാരണങ്ങൾ പറയും. വീട്ടിലെത്തിയാലോ ഒരു ഭാഗത്തുനിന്ന് തർക്കം തുടങ്ങും, വേറൊരു ഭാഗത്തുനിന്ന് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ശ്രദ്ധ കൂടാൻ തുടങ്ങും. വയറ് നിറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന ജീവിയാണ് ഈ കുറുക്കൻ എന്ന് പറയുന്ന ജീവി. ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തൊക്കെ ആയി ഭർത്താവ് വരുമ്പോ ഒച്ച വെച്ചുകൊണ്ട് കുറെ കാരണങ്ങൾ, വിഷമങ്ങൾ പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് വിഷമിപ്പിക്കുന്ന സ്വഭാവം 10ാമത്തെ സ്വഭാവമാണ് എന്റെ ഉമ്മമാര് സ്വീകരിക്കേണ്ടത്. അതാണ് അനുഗ്രഹീതമായ ജീവിയുടെ സ്വഭാവം. കൽഗനമതി, ആടിന്റെ സ്വഭാവമാണ്. അതാണ് ഉമ്മമാരെ ഉണ്ടാകേണ്ടത്. വഹിയൽ മുബാറകത്തു അർറഹിമ, ആ പെണ്ണാണ് ബറക്കത്തുള്ള പെണ്ണ്, കാരുണ്യമുള്ള പെണ്ണ്. ആടിനെ പോലെയാണ്. ആടിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും ഉപേക്ഷിക്കാനില്ല, എല്ലാം ഉപകാരമുള്ളതാണ്. എന്തെങ്കിലും ഒഴിവാക്കാണ്ടോ? ഉണ്ടോ? ഒന്നും ഒഴിവാക്കാൻ. അപ്പൊ ചോദിക്കും, ആടിന്റെ കാഷ്ടം അത് വേറൊന്നിന് വള. ഒരു ചാക്കിന് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വളമായിട്ട് കൊണ്ടുപോയിടുകയാണ് പലതും. എല്ലാം ഉപകാരമാണ്. അതിന്റെ രോമം ഉപകാരമാണ് പലതുണ്ടാക്കാൻ, അതിന്റെ തോല് ഉപകാരമാണ്, അതിന്റെ എല്ല്. എത്ര സൂപ്പ് വരുന്നത്, സൂപ്പ് കുടിച്ചിട്ടില്ലേ? എത്ര സൂപ്പാ അതിന്റെ കാലിന്റെയും കൈയിന്റെയും ഒക്കെ എല്ലുകൊണ്ട്.
ഉപകാരമല്ലേ സഹോദരങ്ങളെ? അതേപോലെ എല്ലാ നിലക്കും ഉപകരിക്കുന്ന പെണ്ണ് അൽ മർഅത്തു സ്വാലിഹ. നല്ല പെണ്ണിന്റെ വാക്കും ഉപകാരമാണ്, പ്രവൃത്തിയും ഉപകാരമാണ്, സ്വഭാവവും ഉപകാരമാണ്, പെരുമാറ്റവും ഉപകാരമാണ്, സാന്നിധ്യവും അസാന്നിധ്യവും ഉപകാരമാണ്, ബന്ധുക്കൾക്ക് ഉപകാരമാണ്, കുടുംബക്കാർക്ക് ഉപകാരമാണ്, അയൽവാസികൾക്ക് ഉപകാരമാണ്. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ല സഹോദരിയാകണം, സ്നേഹത്തോടെ വർത്തിക്കുന്ന നല്ല പെണ്ണാകണം. ആ പെണ്ണിൽ അല്ലാഹു നൽകുന്ന ബറക്കത്ത് ചെറിയ ബറക്കത്തല്ല. നല്ല രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന സഹോദരിയാണോ? സുബ്ഹാനല്ലാഹ്. നല്ല രൂപത്തിൽ റാഹത്തില് ജീവിതം തന്നെ നല്ല സന്തോഷത്തോടെ കഴിയുന്നു. നല്ല റാഹത്തോടെ കഴിയുന്ന രീതിയിൽ ആ രൂപഭാവങ്ങൾ സ്വീകരിക്കുന്ന 10ാമത്തെ അനുഗ്രഹീതമായ സ്വഭാവം പറഞ്ഞില്ലേ ഉമ്മമാരെ, പെങ്ങന്മാരെ? ആ സ്വഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ വർത്തമാനവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ശൈലിയും നമ്മുടെ സമീപനവും എല്ലാവർക്കും ഉപകാരമാകണം. നമ്മളെ അയൽപക്കത്ത് ജീവിക്കുന്ന സഹോദരി നമ്മെക്കൊണ്ട് നല്ല ഉപകാരമുള്ള സഹോദരിയാകണം. അതേ, നമ്മുടെ കുടുംബം നമ്മെക്കൊണ്ട് ഉപകരിക്കുന്ന കുടുംബമാകണം. നമ്മൾ ആ കുടുംബത്തിലേക്ക് ചെന്നാൽ കുടുംബക്കാർക്ക് നമ്മെ കൊണ്ട് സന്തോഷമാണ്. നമ്മൾ അവിടെ വരുന്നത് തന്നെ അവർക്ക് റാഹത്താണ്. അത് ഭർത്താവിന്റെ കുടുംബത്തിൽ നമ്മൾ ചെന്നാലും സന്തോഷമാണ്, നമ്മുടെ സ്വന്തക്കാരെ കുടുംബത്തിൽ പോയാലും സന്തോഷമാണ്. എന്തേ? നമ്മളെ സാന്നിധ്യവും നമ്മളെ സമീപനവും അവർക്ക് വല്ലാത്ത സന്തോഷമേകുന്നു. എവിടെ നമ്മൾ സമീപിച്ചാലും ആർക്കും നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല.